ഹലോ, ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അതും 4 മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരുപാട് വീഡിയോസ് എടുത്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഒരേപോലത്തെ സാഹചര്യങ്ങളായിരിക്കുകയല്ലോ. നമുക്ക് ആരോട് സംസാരിക്കാനോ മിണ്ടാനോ ഒരു വീഡിയോ ഇടാനോ ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്സ് ഒക്കെ ഇടും. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തീരെ എന്താ പറയാ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ പുറത്തു പറയും. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ കുറച്ച് കാര്യങ്ങളെ നമ്മൾ വീഡിയോസിലൂടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്കിത് പിന്നീടും കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മക്കള് വലുതാകുമ്പോ ഒക്കെ ഇതൊക്കെ എടുത്ത് കാണാനൊരു രസമായിരിക്കുമല്ലോ. അങ്ങനെ ആണ് കേട്ടോ. ഞങ്ങള് ഇത് എന്റെ പല്ല് കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു. കാണിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഉത്സവപ്പറമ്പിലേക്കാട്ടോ പോകുന്നേ. അപ്പൊ അന്ന് വരുന്ന വഴി ഞങ്ങൾക്ക് വിശന്നു. അതില് എന്താ കുഞ്ഞിപ്പത്തിരി എന്ന് തോന്നുന്നു, അതാട്ടോ കഴിച്ചത്. അപ്പം വരുന്ന വഴി നമുക്ക് സ്റ്റാർ വാങ്ങാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ സ്റ്റാർ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ക്രിസ്മസ് ഒക്കെ സ്റ്റാറും പഴയ സ്റ്റാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു സ്റ്റാർ വാങ്ങാന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ കടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പെരുവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് ക്രിസ്മസിനൊക്കെ ഇടണം, പക്ഷെ പറ്റിയില്ല. അങ്ങനെ അത് ഞങ്ങൾ മുകളിൽ ഗോഡൌണിൽ പോയിട്ടോ. മുകളിൽ പോയപ്പം ഇഷ്ടംമാതിരി സാധനമുണ്ട്. നല്ല എന്താ പറയാ, അപ്പൊ മിക്കിമോളെ ഇത് കാണിച്ചു കൊടുക്കുവാണേ. മിക്കിമോള് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. ആദ്യം ഒരു പേടിയൊക്കെ ആയിരുന്നു കേട്ടോ വിക്കിക്ക്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ സെലക്ട് ചെയ്യാം. മക്കളുടെ ഒരു സന്തോഷമല്ലേ. നമുക്ക് പിന്നെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും എന്താ പറയാ, ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങളാണല്ലോ ഡിസംബർ മാസം അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം സ്റ്റാർ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടോ, ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ പോണ കണ്ടോ. അതിങ്ങനെ അതിലേക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ എന്താ അമ്പലത്തിലേക്ക് പോയില്ല കേട്ടോ. നമ്മൾ എല്ലാ കൊല്ലവും പോകുന്ന ഉത്സവം തന്നെയാണ് കേട്ടോ അത്. എന്താ പറയാ, അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഇതാണെങ്കിലും നമ്മൾ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിലും നമ്മൾ അതിൽ അവരുടെ സന്തോഷത്തിൽ പങ്ക് ചേരാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പം ഇത് അങ്ങാടി പോയി നിന്നിട്ട് അവരുടെ ആ വരവെന്നാ പറയുന്നത്, അങ്ങനെ അത് വരുവാണ് കേട്ടോ. വരവാണ്. നമ്മൾ താലപ്പൊലി എന്നൊക്കെ പറയും. പണ്ട് എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇത് താലപ്പൊലി അല്ല കേട്ടോ. ഇത് അവരുടെ എന്താ പറയാ, കുറെ പച്ചക്കറിയും ഒക്കെ ആണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അപ്പം നമുക്കറിയാവുന്നവര് കുറെ പേരുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണാൻ ഒരു രസമല്ലേ. പിന്നെ 4 ആനകൾ എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പൊ ആനേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും, ആനേനെ എന്താ പറയാ, ആനയുള്ളടത്ത് പോകാൻ ഇപ്പൊ പേടിയാണ് കേട്ടോ. ആനകളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. എങ്കിലും നമ്മളത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ കുറെ ഉണ്ട്. ഇവരിങ്ങനെ പോകുന്നു. ആനകൾ വരുമ്പോ നല്ല ഭംഗിയാട്ടോ. വീഡിയോസിലൊക്കെ ആനയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അതേ അറിയുന്നവരാണ് കേട്ടോ പോണതൊക്കെ. നമ്മള് കാണാൻ വേണ്ടിട്ട് നിന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇത് കഴിയുമ്പം നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകും കേട്ടോ, അമ്പലത്തിന്റെ അങ്ങോട്ട്. എല്ലാ കൊല്ലവും പോകുന്നതാണ് നമ്മൾ അവിടെ കാണാനും. അവിടെ അമ്പലപ്പറമ്പിൽ നമ്മൾ എന്താ പറയാ, ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ഉത്സവം. ഇതൊരു 6 ദിവസം 8 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പം എന്താ പറയാ, ഇതിപ്പം കഴിഞ്ഞിട്ട് ഒരു 4 മാസത്തിന്റെ അടുത്തായി കേട്ടോ. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വീഡിയോ ഇടുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഒരാൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇരിക്കണേ. നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാനോ, ഞാനിപ്പോ ഇതാ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഫ്രണ്ട്സൊക്കെ വിചാരിക്കും, അല്ലെ ഫാമിലി കസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, കണക്കുള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. അവര് എന്താ പറയാ, അവര് വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാനോ അറ്റൻഡ് ചെയ്യാനോ പറ്റുന്നില്ല. നമ്മുടെ മൂഡ് അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ദേ കണ്ടോ ആന. ഇതിന്റെ തൊട്ട് പുറകിലുള്ളത് നമ്മുടെ കുരിശുപള്ളിയാണ് കേട്ടോ. നമ്മുടെ ടൗണിലുള്ള കുരിശുപള്ളിയാ. ഇതേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുക. ഫ്രണ്ട്സ് ആണ് കേട്ടോ, ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ്.
എല്ലാരെയും കാണുമ്പോ സന്തോഷം. അപ്പം ഇതാണിപ്പം അമ്പലത്തിലെത്തിയിട്ട് കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോ അവിടെ അനിയനും അനിയന്മാരും അനിയത്തിയും പിള്ളേരൊക്കെ ഉണ്ട്. അവരെയൊക്കെ അവിടുന്ന് കാണാന്ന് വെച്ചു. അങ്ങനെ എന്താ പറയാ, നമ്മൾ ആദ്യം അമ്പലത്തിലെത്തി. ഇവര് നടന്നാണല്ലോ വരുന്നത്, ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പള്ളിയിലെ പ്രദക്ഷിണം ആണേലും അങ്ങനെ തന്നെ നമുക്ക് ഒത്തിരി ദൂരം നടക്കാനുണ്ട്. ആ അങ്ങാടി കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇവരും. അപ്പം കണ്ടോ, എല്ലാരും കുറച്ചൊരു ക്ഷീണിച്ചിട്ടുണ്ടാവും, കുറച്ച് ദൂരം ഉണ്ടല്ലോ. അങ്ങനെ ഒരിതാ എത്തി. ഇനി ആന ആ സ്റ്റെപ്പൊക്കെ കയറി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് സ്റ്റെപ്പ് കയറി വരുന്നത് കാണാൻ. പക്ഷെ നമ്മള് സ്റ്റെപ്പിന്റെ അടുത്തേക്കല്ല നിന്നേക്കുന്നേ. അതെ, എല്ലാരും നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. എല്ലാരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ എന്താ പറയാ, ഇതൊക്കെ അറിയുന്ന പിള്ളേരാണേ. അറിയുന്ന പിള്ളേരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും അവിടെ നേർച്ച ഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടില്ല, നമുക്ക് വേഗം പോകണ്ട കൊണ്ട്. പിന്നെ താഴെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാന് പിള്ളേരെ കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. പിന്നെ എന്താ കണ്ടോ, മിക്കുമോള് അപ്പയുടെ തോളത്തിരുന്നാട്ടോ കാണുന്നതൊക്കെ. പണ്ടത്തെ കഥകളിലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഓർമ്മകൾ എഴുതുമ്പോഴും ഒക്കെ നമുക്ക് കേൾക്കത്തില്ലേ, അച്ഛന്റെ തോളിലിരുന്ന് കണ്ടു എന്നൊക്കെ. എനിക്കതാട്ടോ ഈ സീൻ കണ്ടപ്പോ ഓർമ്മ വന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ചേട്ടായുടെ ഒരു കാലത്തെ ബെസ്റ്റി ആയിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പോഴും ആണ് കേട്ടോ, ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവർക്ക് ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറുമ്പോ നമ്മൾ അങ്ങനെ മാറുമല്ലോ. ഇതേ അനിയന്റെ മക്കളാണ് കേട്ടോ. അവരൊരു കള്ളിയായിരുന്നു. അവിടെ കിടന്ന് ബഹളവും കണ്ടോ, അടി കൂടണം കണ്ടോ. ഒരാൾ അടിക്കാൻ ചെന്നപ്പോ അടുത്തയാളും അടിക്കാൻ ചെന്നു. പിന്നെ ഈ കാണുന്ന രണ്ടുപേരാണ് കേട്ടോ ബെസ്റ്റീസ്, മൂത്ത രണ്ടുപേര്, ഡാഡൂസും ഇതേ കുഞ്ഞായി. പിന്നെ ഞാൻ കുഞ്ഞായിക്കും മിക്കിമോക്കൊക്കെ കുറച്ച് എന്തെങ്കിലും വളയും കമ്മലും മാലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ക്ലിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അങ്ങനെ അവർക്ക് പിന്നെ അവർക്ക് ടോയും വാങ്ങിയിരുന്നു. അങ്ങനെ അവർക്ക് അവിടുന്ന് തന്നെ വാങ്ങി. നമ്മള് പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല, നമ്മള് നേരെ അങ്ങ് പോകുക ചെയ്തേ. വീട്ടിലേക്ക് പോയില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, വീട്ടിലേക്ക് പോയില്ല. എനിക്ക് ഇത്രയും നാളായതുകൊണ്ട് എനിക്ക്. അപ്പം എല്ലാരും ഒന്ന് വീഡിയോസ് ഒക്കെ കാണി, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ കുറെ നാളായിട്ട് എന്താ പറയാ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം എല്ലാവർക്കും ബൈ.